ഹലോ ഡോക്ടർ വിജി, ഗൈനക്കോളജിസ്റ്റ്, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് ഗർഭകാലത്തിന് ശേഷം ഒ പി ഡിയിൽ വരുന്ന പലരുടെയും സംശയമാണ്. ഏത് മാസം മുതൽ നമുക്ക് ശാരീരിക ബന്ധം തുടങ്ങാം? അതുപോലെ അടുത്ത കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് വേണം? അതുപോലെ എന്തെല്ലാം ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാലാണ് നമുക്ക് സ്പേസ് കിട്ടുക എന്നുള്ളതെല്ലാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു മിനിമം 1.5 വർഷമെങ്കിലും ആ കുഞ്ഞിനെ നോക്കാനും അടുത്ത ഒരു നമ്മുടെ ഒരു ബോഡി നോർമലായി അടുത്തൊരു ഗർഭാവസ്ഥ തുടങ്ങാനും വേണ്ടി ഒരു മിനിമം 1.5 വർഷമെങ്കിലും എടുക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് വേണ്ട കാൽഷ്യം എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പാല് കൊടുക്കുമ്പോഴും കുട്ടിയുടെ ശരീരത്തിലേക്ക് അമ്മയുടെ ശരീരത്തിനുള്ള കാൽഷ്യം പോകുന്നു. അപ്പോൾ ആ കാൽഷ്യം തിരിച്ച് നമുക്ക് സ്റ്റോറിലേക്ക് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം തിരിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അടുത്ത കുഞ്ഞിന് ആവശ്യത്തിനുള്ള കാൽഷ്യവും ന്യൂട്രീഷനും എല്ലാം കിട്ടണമെങ്കിൽ ഒരു 1.5 വർഷത്തെ മിനിമം ഗ്യാപ്പ് വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവം അല്ലെങ്കിൽ ഓപ്പറേഷൻ അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞവരും ഓപ്പറേഷൻ കഴിഞ്ഞവരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ കുറച്ചും കൂടി റെസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ 1.5 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞവർ ഒരു 3 മാസത്തേക്കെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രസവം കഴിഞ്ഞവരാണെങ്കിൽ 1.5 മാസത്തിന് ശേഷം കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാന്ന് വെച്ചാൽ, പ്രസവം അതിപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും പ്രസവമാണെങ്കിലും ഒരു 21 ദിവസം കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ അണ്ഡോൽപാദനം തുടങ്ങുന്നതാണ്. അതായത് 21 ദിവസം കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും പ്രസവം കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് മെൻസസ് പലർക്കും 1 വർഷം വരെ ചിലപ്പോൾ മെൻസസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ എന്നാലും ചിലപ്പോൾ ഓവുലേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അണ്ഡം പൊട്ടി വരാം. അതുപോലെ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. മെൻസസ് ഇല്ലെങ്കിലും ചിലപ്പോൾ പ്രഗ്നൻസി പെട്ടെന്ന് പിടിച്ചു പോകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഗ്നൻസി കഴിഞ്ഞ് 21 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ആ ലേഡി പിന്നെയും പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി വരുന്നത്. അതുകൊണ്ട് പിന്നെ ആ സ്ത്രീകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസിക ബുദ്ധിമുട്ടാണ്. ജനിച്ച കുഞ്ഞിന് വേണ്ടത്ര രീതിയിൽ പാല് കൊടുക്കാനും അതിനെ പരിപാലിക്കാനും സമയം കിട്ടാതെ വരുന്നു. അപ്പോഴേക്കും അടുത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അങ്ങനെയുള്ള ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കണ്ടീഷനാണിത്. അപ്പോൾ നമ്മൾ ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിക്ക് ബിഫോർ പ്ലാനിംഗ് ഉണ്ട്, പ്രഗ്നൻസി കഴിഞ്ഞ് ഉള്ള ആ ഒരു ടൈം പീരീഡ് നമ്മൾ വളരെ കൃത്യമായി കൃത്യമായി പ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണിത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മാത്രമല്ല, ഒരു ബേബിയുടെ ആരോഗ്യം കൂടി നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം അമ്മയ്ക്കും അച്ഛനും വേണ്ടതുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്പേസ്, ഒരു ഡെലിവറി കഴിഞ്ഞ് അടുത്ത ഡെലിവറിക്ക് ഇടയിൽ സ്പേസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, പലരും ഡെലിവറി കഴിയുന്നതോടുകൂടി ആ ഭാഗമേ ചിന്തിക്കുന്നില്ല. പിന്നെ അടുത്ത പ്രഗ്നൻസി ആകുമ്പോഴാണ് അവർ ആ ടെൻഷനായിട്ട് വരുന്നത്. അതിനു മുൻപേ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത ഗർഭം എങ്ങനെ ആവാതിരിക്കാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ ചെറിയൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വളർത്തേണ്ടതുണ്ട്. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ഓൾറെഡി പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് എല്ലാം കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പ്രഗ്നൻസി ഒരിക്കലും ആവരുത്. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെയും കൂടുതലായിട്ട് ഉത്തരവാദിത്തം എടുക്കേണ്ടത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡിനിപ്പം ഡെലിവറി കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. കുഞ്ഞിൻ്റെ കാര്യം അമ്മയാണ് നോക്കുന്നത്. അമ്മയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അമ്മ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എടുക്കേണ്ടത് അവിടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 1.5 മാസം കഴിയുമ്പോൾ ഡോക്ടറെ നിർബന്ധമായിട്ട് കാണാൻ വരണം. ആ വരുന്ന സമയത്ത് ഹസ്ബൻഡും കൂടെ വരണം. പലപ്പോഴും ഗർഭിണികളുടെ കൂടെ വരുന്നത് അവരുടെ അമ്മയാണ്. അവരുടെ അമ്മയോട് പറഞ്ഞതുകൊണ്ട് അവർ വീട്ടിലെത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ഓൾവേസ് ഹസ്ബൻഡ് വൈഫിൻ്റെ കൂടെ വരേണ്ടതുണ്ട്. 1.5 മാസം കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ വരേണ്ടത് ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, എങ്ങനെ ഗർഭം നിരോധിക്കാം, അടുത്ത ഗർഭം എങ്ങനെ നിരോധിക്കാം എന്നുള്ളത് വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് പലരും ചെയ്യുന്നില്ല. ഇനി എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അടുത്ത ഗർഭം ആവാതിരിക്കാൻ? ഒന്നുകിൽ കോണ്ടം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ, അതിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് കോണ്ടം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് ഗർഭനിരോധന ഗുളികകളാണ്. ഗർഭനിരോധന ഗുളികകൾ കുഞ്ഞിൻ്റെ പാലിൻ്റെ അളവ് കുറയ്ക്കാത്തതും കുഞ്ഞിൻ്റെ ശരീരത്തിന് ദോഷം വരുത്താത്തതുമായ പാല് കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഗർഭനിരോധന ഗുളികകളുണ്ട്. അതിൽ ഡോസ് വളരെ കുറവായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് കഴിക്കണം. അല്ലാണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഗർഭനിരോധന ഗുളിക വേണം എന്ന് പറഞ്ഞ് കഴിക്കലല്ല. അപ്പോൾ അതിൻ്റെ ഡോസ് കറക്റ്റായി കൊള്ളുന്നില്ല.
കറക്റ്റ് കാറ്റഗറിയിൽ പെട്ട മരുന്നായിരിക്കണം നിങ്ങൾക്ക് തരുന്നതെന്നില്ല. അതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് തന്നെ കണ്ടിട്ട് ഏത് ഗുളികയാണ് ഈ പാലിന്റെ അളവ് കുറയ്ക്കാത്തതും, കുഞ്ഞിന്റെ ശരീരത്തിന് ദോഷം വരുത്താത്തതുമായ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, ഗർഭനിരോധന ഗുളികകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കഴിക്കണം. അതാവുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുൻപ് എന്തായാലും നമ്മൾ ഒരു കുറച്ച് ടൈം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു ടൈമുണ്ട് നമുക്ക് ചിന്തിക്കാൻ എന്തൊക്കെയാണ്. ആ സമയത്ത് ഈ മരുന്ന് നമ്മൾ കൃത്യമായി ഓർക്കുകയാണെങ്കിൽ ഓർത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ തലയിണയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡ് സൈഡിലോ എവിടെയെങ്കിലും ആ ഗുളിക വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക എടുത്ത് കഴിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അത് കൃത്യമായി കഴിക്കണം എന്നുള്ളതാണ്. തെറ്റിച്ച് തെറ്റിച്ച് കഴിക്കുകയാണെങ്കിൽ ഗർഭം പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. ഗർഭനിരോധന ഗുളികകൾ. അത് നമുക്കൊരു 6 മന്ത്സോ അല്ലെങ്കിൽ ഒരു 1 ഇയർ എങ്കിലും അല്ലെങ്കിൽ 1 1/2 ഇയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ 1.5 വർഷമാണല്ലോ മിനിമം ഗ്യാപ്പ് വേണ്ടത്. ആ 1.5 വർഷം കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഇപ്പോൾ ഉള്ള കുട്ടിക്ക് അത്യാവശ്യം ആരോഗ്യം വയ്ക്കും. കുട്ടിക്ക് വേണ്ടത്ര പാല് കൊടുക്കാൻ കഴിയും. അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മുടെ ശരീരം സജ്ജമാവുകയും ചെയ്യും. മൂന്നാമത്തെ മാർഗ്ഗം. ഇപ്പൊ ചില ആൾക്കാരുണ്ട് അവർക്ക് 2 കുട്ടികളുണ്ടായി. ഇനിയിപ്പം മൂന്നാമത്തെ കുഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് മതി. ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പ്. അത് ലോങ് ടേം അവർക്ക് കോൺട്രാസെപ്ഷൻ വേണം. ലോങ് ടേമിലേക്ക് പ്രഗ്നൻസി വേണ്ട. 3 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് അങ്ങനെ ലോങ് ടേം പ്ലാൻ ചെയ്യുന്നവർ, ഹസ്ബൻഡ് എപ്പോഴും കൂടെയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് അഥവാ കോപ്പർട്ടി എന്ന് പറയുന്ന ഡിവൈസാണ്. ഈ കോപ്പർട്ടി വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാണ്. ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ ഹെൽത്ത് സെന്ററിലും ഇത് ഫ്രീലി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, ഇപ്പോൾ പ്രസവം കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാ ചെലവുകളും കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഗർഭനിരോധന മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കാനില്ലെന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം ഇത് ഹെൽത്ത് സെന്ററിൽ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങി വരികയും, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവം കഴിഞ്ഞ സമയത്താണെങ്കിൽ യൂട്രസ് വളരെ സോഫ്റ്റ് ആണ്. യൂട്രസിന്റെ ഒരു 1.5 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ യൂട്രസ് നല്ലോണം ചുരുങ്ങി വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ നമ്മൾ ഈ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ. അതിന് പ്രാവീണ്യമുള്ള ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് കോപ്പർട്ടി ഇടേണ്ടത്. അതായത് നമ്മൾ ഹെൽത്ത് സെന്ററിൽ നിന്ന് കോപ്പർട്ടി വാങ്ങിക്കോളൂ. പക്ഷേ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ഗർഭപാത്രത്തിലേക്ക് കോപ്പർട്ടി നിക്ഷേപിക്കാൻ. പ്രസവം കഴിഞ്ഞവരും ഓപ്പറേഷൻ കഴിഞ്ഞവരും. ഇപ്പോൾ പ്രസവം കഴിഞ്ഞവർക്ക് 1.5 മാസം കഴിയുമ്പോൾ, പ്രസവം കഴിഞ്ഞവർക്ക് പ്രസവം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ, ഓപ്പറേഷൻ ആണെങ്കിലും പ്രസവമാണെങ്കിലും 48 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ അത് ഗർഭപാത്രത്തിൽ, അതായത് പ്രസവം കഴിഞ്ഞ ഉടനെ മറുപിള്ള പുറത്ത് വന്ന ഉടനെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കാം. അതായത് പിന്നെ ഒരു ദിവസം അതിന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാൻ കഴിയണമെന്നില്ല. പ്രസവം കഴിഞ്ഞ് തിരക്കിലൊക്കെ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പലരും ചിലപ്പോൾ തിരിച്ചു വരണമെന്നില്ല. അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പ്രസവം കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ അത് നിക്ഷേപിക്കാവുന്നതാണ്. 48 മണിക്കൂർ കഴിഞ്ഞു പോയെങ്കിൽ പിന്നെ 1.5 മാസം കഴിയണം. 1.5 മാസം പ്രസവം കഴിയുകയാണെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് കോപ്പർട്ടി ഇടാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ചെക്കപ്പിന് 1.5 മാസം വരുമ്പോൾ, അപ്പോൾ മാനസികമായിട്ട് കോപ്പർട്ടി ഇടാനും കൂടി റെഡി ആയിട്ട് വരണം. പിന്നെ പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കോപ്പർട്ടി എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, ഭയങ്കര വേദനയാണ്, അല്ലെങ്കിൽ അത് കോപ്പർട്ടി ഉള്ളിലോട്ട് കയറി പോകും, അവിടെ തട്ടിപ്പോവും, ഇവിടെ തട്ടിപ്പോവും, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ അനാവശ്യമായി പലർക്കുമുണ്ട്. അത് പലരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം നമുക്കുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടുകാരോടും വീട്ടുകാരോടും ചോദിച്ച് മനസ്സിലാക്കാതെ നേരിട്ട് വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ എന്തെല്ലാമാണ് അതിൻ്റെ ടെക്നിക്ക്, ഏതൊക്കെയുള്ള ടെക്നിക്കിലാണ് നമ്മളത് ഗർഭപാത്രത്തിലേക്ക് വെക്കുന്നതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം മനസ്സിലാവും അത് വേദനാരഹിതമാണ്. 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ഉടനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമുക്ക് പോകാവുന്നതാണ്. ഒട്ടും വേദന ഉണ്ടാവില്ല. നമ്മളത് അവിടെ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അറിയുന്നല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഡിവൈസാണ് ഈ കോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ മരുന്ന് അടങ്ങിയിട്ടില്ല. കോപ്പർ എന്ന് പറയുന്നുള്ള ഒരു ഇനേർട്ട് മെറ്റലാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഗർഭപാത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വേറെ ഒരു ദോഷവും ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഗർഭനിരോധന ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സൈഡ് ഇഫക്ട്സ് പോലും ഇതിനില്ല. പിന്നെ അത് ഒരൊറ്റ തവണയുള്ള ചിലവാണ്. അതായത് നമ്മൾ കോപ്പർട്ടിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വരികയാണെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിലും ഒരു 1000 രൂപയുടെ താഴെയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. അത് ഇടാനും അത് വാങ്ങാനും എല്ലാം കൂടി. അത് ഒരൊറ്റ തവണത്തെ ചിലവേ ഉള്ളൂ. നമ്മളിപ്പോൾ കോപ്പർട്ടി ഇടുകയാണെങ്കിൽ 3 വർഷത്തിൻ്റെ ഉണ്ട്, 5 വർഷത്തിൻ്റെ ഉണ്ട്. അപ്പോൾ 5 വർഷം 3 വർഷം പിന്നെ വേറെ ചിലവുകളൊന്നുമില്ല. മരുന്ന് വാങ്ങേണ്ട ചിലവുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഗർഭനിരോധന ഗുളിക വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയോ ചിലവ് കുറഞ്ഞതാണ് കോപ്പർട്ടി ഇടുന്നത്. പിന്നെ 3 വർഷത്തേക്ക് നമുക്ക് ഡെയിലി ആലോചിച്ച് ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഗുളിക കഴിക്കാൻ മറന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം കോപ്പർട്ടി ഇടുന്നത് വഴി 3 വർഷം 5 വർഷത്തേക്ക് ഗർഭനിരോധന മാർഗ്ഗമായിട്ട് അത് കിടക്കും. അതുപോലെ തന്നെ നല്ല സ്പേസ് കിട്ടാനും ഉണ്ട്. അത് പിന്നെ ഗർഭനിരോധന മാർഗ്ഗമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഒരു 3 വർഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അതായത് ചിലപ്പോൾ ക്രമം തെറ്റിയുള്ള ബ്ലീഡിങ്, ചിലപ്പോൾ അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ ഊരവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നാണെങ്കിൽ അത് ഗർഭപാത്രത്തിൽ നിന്ന് അപ്പം തന്നെ എടുക്കാവുന്നതാണ്. അതായത് റിവേഴ്സിബിൾ ആണ്. ഇമ്മീഡിയറ്റ്ലി നമുക്കതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. അടുത്ത ഗർഭനിരോധന മാർഗ്ഗം സ്വീകരിക്കാവുന്നതാണ്. അല്ലാണ്ട് ബോഡിയിൽ അത് നിൽക്കുന്നതുകൊണ്ട് കൂടി വേറെ ദോഷങ്ങളൊന്നുമില്ല.
ഇനി അത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ ലളിതമായ ഒരു പ്രക്രിയയിലൂടെ നമുക്കത് പുറത്തേക്ക് വലിച്ചെടുക്കാവുന്ന അതിന് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണേണ്ടതുണ്ടെന്ന് മാത്രം. അതൊരു 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ അതെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അത് ശരീരത്തിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓൾറെഡി 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളായി ഇനി അടുത്തൊരു ഗർഭം വേണ്ട എന്നൊക്കെയുള്ള പ്ലാനിങ് ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു 40 വയസ്സൊക്കെ ആയി. ഇനി എനിക്ക് പ്രഗ്നൻസി വേണ്ട എന്നാലും ഒന്നും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തവർ പിന്നെയും പ്രഗ്നന്റ് ആയി വന്നേക്കാം. അപ്പോൾ ആലോചിക്കുന്നതിനേക്കാളും നല്ലത് ഇനിയിപ്പോൾ നമുക്കൊരു പെർമനന്റ് മെത്തേഡ് വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഇനി കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനും മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴി നമുക്ക് പ്രസവം നിർത്താൻ വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാണ്. അത് രാവിലെ വെറും വയറ്റിൽ വരികയാണെങ്കിൽ നമുക്കത് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പ്രൊസീജിയർ കഴിയുകയും ഈവനിങ്ങോട് കൂടി നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാവുന്നതാണ്. അതായത് ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ട പോലും ആവശ്യമില്ല. ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെ ലാപ്രോസ്കോപ്പി വഴി ഈ പ്രസവം നിർത്താവുന്നതാണ്. ഇനി പ്രസവം കഴിഞ്ഞ ഉടനെ വേണമെങ്കിലും നമുക്ക് പ്രസവം നിർത്താം. അതും ഏകദേശം ലാപ്രോസ്കോപ്പീൻ്റെ അത്ര തന്നെ ചെറിയൊരു ദ്വാരത്തിലൂടെ പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിയുകയും ചെയ്യും. ഇനി ഓപ്പറേഷൻ്റെ സമയത്ത് പ്രസവം നിർത്തണമെന്നുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്ത് അത് പറയേണ്ടതുണ്ട്. ഓപ്പറേഷൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെന്നാണെങ്കിൽ ഒരു 1 1/2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റുകയുള്ളൂ. വയറ് കീറിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രസവം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ ചെയ്യാം. അതല്ല ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ പിന്നെ 1 1/2 മാസം കഴിഞ്ഞിട്ടാണ് താക്കോൽ ദ്വാരം വഴിയാണെങ്കിലും വയറ് കീറിയിട്ടാണെങ്കിലും പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടത്. പല സ്ത്രീകളും 40 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നൻ്റായി വരുന്നവരുണ്ട്. 45 വയസ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അപ്പോഴേക്കും അവർക്ക് വലിയ കുട്ടികളൊക്കെ ഉണ്ടായി. അവരുടെ കുട്ടികൾക്ക് തന്നെ കല്യാണപ്രായമായി. അവരുടെ കുട്ടികൾ തന്നെ പ്രഗ്നൻ്റായി കിടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പ്രഗ്നൻസി ആവാന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും മെൻസസ് നിൽക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറക്റ്റായിട്ടുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ അവരും സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിൽ കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.